ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് 5-ാമത്തെ ദിവസമാണ്. നമ്മൾ മീൻ വാങ്ങാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ടാങ്കിൻ്റെ pH എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അമോണിയം ലെവലും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കിയായിരുന്നു. എല്ലാം ഓക്കെയാണ്. നമ്മൾ മീനൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മീൻ എന്ന് പറയുന്നത്. 6 പേരുണ്ട് ഇവർ. അപ്പം അവർ പറഞ്ഞായിരുന്നു ഈ കൂട് നമ്മൾ കൊണ്ടുവന്നിട്ട് വീട്ടിലെ അക്വേറിയത്തിൽ ഇങ്ങനെ മുക്കി വെക്കണം ഒരു 10 മിനിറ്റ്. അക്വേറിയത്തിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഈ കൂടിനുള്ളിലുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും അത് ഈക്വൽ ആവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കൊണ്ടുവന്ന് മുക്കി വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ പോലെ തന്നെ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ആ കൂടിൻ്റെ നെക്ക് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് വെച്ചായിരുന്നു. അപ്പം ഇത് അറ്റ്മോസ്ഫിയർ രണ്ടും ഈക്വലായി കഴിയുമ്പോൾ മീൻ തന്നെ അതിനകത്തോട്ട് ഇറങ്ങിക്കോളും എന്നാണ് പറഞ്ഞത്. 4 പേര് ഇറങ്ങിയിട്ടുണ്ട്. 2 പേര് ഇപ്പോഴും കൂട്ടിനകത്ത് തന്നെ ഉണ്ട്. 5 പേരിറങ്ങി. ഒരു പുള്ളി ഇപ്പോഴും ആ കൂട്ടിനകത്ത് തന്നെ ഇരിക്കുന്നു. പുള്ളിക്ക് ഇറങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ അവസാനം വന്ന മീനും അക്വേറിയത്തിലേക്ക് ഇറങ്ങി. ഇപ്പോൾ ഇതാണ് അവസ്ഥ. അവർ ഈ പുതിയ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടന്ന് കാണുവാണ് എന്താണ് സംഭവം എന്നുള്ള രീതിയിൽ. ബ്ലാക്ക് ആൻഡ് ഗോൾഡ് സ്പീനോപ്സ് മോളി എന്നാണ് ഈ മീനിൻ്റെ പേര്. ഇതിൽ 2 ആൺമീനുകളും 4 പെൺമീനുകളുമാണുള്ളത്. ഇതിൽ ആണിനെയും പെണ്ണിനെയും എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് ഞാൻ ഈ വീഡിയോ കുറച്ചും കൂടെ മുൻപോട്ട് പോകുമ്പം പിക്ചർ സഹിതം കാണിച്ചു തരാം. മീനിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ഈ 2 ബാക്ടീരിയകൾ ഇതിനകത്ത് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു ഈ വെള്ളത്തിൽ. അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് എല്ലാ ആഴ്ചയിലും 1 മാസത്തേക്ക് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് 2 ആഴ്ചയിടയ്ക്ക്. ഇതാണ് മീനിൻ്റെ ഫുഡ്. വെജിറ്റേറിയൻ ഫിഷാണ്, അതുകൊണ്ട് തന്നെ വെജിറ്റബിൾ ഫ്ലേക്സ് ആണ് ഇവരുടെ ആഹാരം. അവരിങ്ങനെ അവരുടെ പുതിയ ലോകത്ത് അടിച്ചു പൊളിക്കുകയാണ്. ഫുഡൊന്നും ഇന്ന് കൊടുക്കണ്ട, നാളെ രാവിലെ കൊടുക്കാവുള്ളൂ എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊന്നും കൊടുത്തിട്ടില്ല. വന്ന് കയറിയ പാടെ ചെടിയൊക്കെ ഇവന്മാർ കടിച്ചു മുറിച്ച് തുടങ്ങി. നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിനകത്ത് 2 മെയിലും 4 ഫീമെയിലും ആണുള്ളത്. കണ്ടോ, ഇലയൊക്കെ കടിച്ചു മുറിച്ച് മുകളിലിട്ടേക്കുന്നുണ്ടോ? അപ്പോൾ അതിനെ ഈ മെയിലിനെയും ഫീമെയിലിനെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് ഞാനൊരു പിക്ചർ സഹിതം ഇവിടെ കാണിക്കാം. ആ ഡിഫറൻസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ സർക്കിൾ ചെയ്തിട്ടുണ്ട്. ഇത് ഈ പുതിയ അക്വേറിയത്തിലെ മീനുകളുടെ 2ാമത്തെ ഡേ ആണ്. അപ്പോൾ ഇന്ന് അവർ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ക്യാമറ ഒന്നും കാണുമ്പോൾ അവർ ഇന്നലത്തെ പോലെ ഓടുന്നില്ല. ഇന്നലെയൊക്കെ ക്യാമറയൊക്കെ കാണുമ്പോഴത്തേക്കും വല്ലാത്ത രീതിയിൽ ഓടുമായിരുന്നു. ഇന്ന് വലിയ കുഴപ്പമില്ല, അവർ ഒരുമാതിരിയൊക്കെ സെറ്റിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.